വിദേശ പഠനത്തിനായി പോകുന്ന ഇന്ത്യൻ യുവാക്കളിൽ ഏറിയ പങ്കും ആഗ്രഹിക്കുന്നത് പഠനശേഷം വിദേശങ്ങളിൽ തന്നെ തൊഴിലെടുത്ത് ജീവിതം കരുപിടിപ്പിക്കാനാണ്. വരും കാലങ്ങളിൽ ഇത് കേവലം ഒരു സ്വപ്നമായി അവശേഷിച്ചേക്കാം എന്ന മുന്നറിയിപ്പാണ് വർത്തമാനകാല സാഹചര്യം നൽകുന്നത്. സർക്കാർ കണക്കുകൾ അനുസരിച്ച് വിദേശങ്ങളിലെ പഠനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പഠനാനന്തര ജോലി സാധ്യതകൾ മങ്ങുകയും പല രാജ്യങ്ങളിലും വിസ നിയന്ത്രണം കർശനമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണിത്. ഇത് ഈ മേഖലയിൽ ഉള്ളവർ തന്നെ പറയുന്ന കാര്യമാണ്. 2025 ജൂൺ ഓഗസ്റ്റ് കാലയളവിൽ F1 ഇൻഷുറൻസുകളുടെ കാര്യത്തിൽ തൊട്ട് മുൻപത്തെ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 67% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ വിദേശങ്ങളിൽ പഠനത്തിനായി പോകുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. 2023 9,83,364 പേരാണ് പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പറന്നതെങ്കിൽ 2025 അത് 6,26,606 കുറഞ്ഞു. UK-യും കാനഡയും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പെർമിറ്റ് റൂളുകളും കടുപ്പിച്ചതോടെ ഇവിടങ്ങളിൽ പഠനത്തിനായി പോകുന്നവരുടെ എണ്ണത്തിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കണക്കുകൾ പറയുന്നു. പല രാജ്യങ്ങളിലും സ്റ്റുഡന്റ് വിസയിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്രിത വിസയിൽ ഉറ്റവരെ കൂടെ കൊണ്ടുവരുന്നതും കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. അതിനു പുറമെ കോഴ്സുകൾക്കുള്ള ചെലവുകളും കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട്. UK പോലുള്ള രാജ്യങ്ങളിൽ ജീവിത ചെലവ് വർദ്ധിച്ചതും കൂടുതൽ പേരെ അത്തരം രാജ്യങ്ങളിൽ തുടരാതെ ഇന്ത്യയിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിനു പുറമെ നിങ്ങൾക്ക് പഠനശേഷം ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യണമെങ്കിൽ തൊഴിലുടമ സ്പോൺസർ ചെയ്ത വിസ ആവശ്യമാണ്. ഇതും ഇപ്പോൾ വലിയ ചെലവേറിയ ഒന്നായി മാറിയിട്ടുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള തൊഴിൽ സാധ്യതകൾ മങ്ങിയതും ഒരു കാരണമായിട്ടുണ്ട്. റാങ്കിംഗ് കുറഞ്ഞ കോളേജുകളിൽ എൻറോൾ ചെയ്ത വിദ്യാർത്ഥികളുടെ കാര്യം കൂടുതൽ കഷ്ടത്തിലാണ്. പ്ലേസ്മെന്റ് സപ്പോർട്ട്, ഇൻഡസ്ട്രി നെറ്റ്വർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതോടൊപ്പം രൂപയുടെ മൂല്യം കുറഞ്ഞതും യഥാർത്ഥ സാഹചര്യത്തിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് ഒരു ബാധ്യതയായിട്ടുണ്ട്. വിദ്യാഭ്യാസ വായ്പ വർദ്ധിക്കുമെന്ന് മാത്രമല്ല, ഇതുമൂലം വിദ്യാർത്ഥികൾക്ക് മേലുണ്ടാകുന്ന സാമ്പത്തിക സമ്മർദ്ദവും വർദ്ധിക്കുകയാണ്. ആഗോളതലത്തിൽ തന്നെ തൊഴിൽ വിപണിയിൽ ഉണ്ടായിരിക്കുന്ന മന്ദത വിദേശത്ത് പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെയും ബാധിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യാരംഗത്ത് ഗ്ലോബൽ ഹയറിംഗ് എന്ന പ്രതിഭാസം ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായ മട്ടാണ്. എൻട്രി ലെവൽ ജോലികൾ നേടിയെടുക്കുക ഏറെ ക്ലേശകരവും. അതുകൊണ്ട് തന്നെ ഡിഗ്രിക്ക് ശേഷം ജോലി, പിന്നീട് വിസ, അതുകഴിഞ്ഞാൽ PR എന്ന കൃത്യമായി നിർവചിക്കപ്പെട്ടിരുന്ന പഴയകാല സങ്കല്പം ഇല്ലാതെയായിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഈ പ്രവണതയെ ത്വരിതപ്പെടുത്തുകയാണ്. അതേസമയം 50 വയസ്സിനും 64 വയസ്സിനും ഇടയിലുള്ള 9 ലക്ഷത്തോളം പേർ ബ്രിട്ടനിൽ തൊഴിൽ തേടി നടക്കുകയാണ്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും രക്ഷയില്ല. സീനിയോറിറ്റിക്ക് ഒരു വിലയുമില്ല. ഉള്ള ജോലി കളഞ്ഞുകുളിച്ച ബ്രിട്ടനിലെ തൊഴിൽ പരിചയമുള്ളവർ പോലും ഗതികേടിലാണെന്ന് തന്നെ പറയേണ്ടി വരും.